ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇതെൻ്റെ കസിൻ്റെ കല്യാണമാണ് കേട്ടോ. കല്യാണ തലേന്നാണ്. കല്യാണത്തിനൊക്കെ അടിപൊളിയല്ലേ കല്യാണ തലേന്നല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഫുൾ ഫാമിലിയെ മീറ്റ് ചെയ്യുന്നൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ കസിനാണ് കേട്ടോ, ഗ്രൂമിൻ്റെ സിസ്റ്ററാണ്. അവൾ എൻ്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നതാണ് കേട്ടോ. അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇവരൊക്കെ വർഷത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ആൾക്കാരാണ്. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിഷ ആരാ തന്നെ അറിയില്ല. അത് ഇതുപോലെ അല്ലേ, കളർ ചേഞ്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അതെ, ഒരേ ഡ്രസ്സ്. ഇപ്പം അദ്വികനും നടക്കുന്ന പോലെ, അവരെ ഞാൻ നടത്തുന്ന പോലെ കേട്ടോ. പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ ഞാനും നിഷയും നടന്നുകൊണ്ടിരുന്നത് സെയിം കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. നിഷയുടെ മോളാണ് കേട്ടോ ഇത്, ഋത്വിക. അദ്വിക ആൻഡ് ഋത്വിക, അതായത് മാച്ച് ചെയ്ത് പേരിട്ടതാണ് ഞങ്ങൾ. അദ്വികയാണ് മൂത്ത ആള് കേട്ടോ. നിഷയ്ക്ക് മോള് ജനിച്ചു കഴിഞ്ഞാൽ അവൾ പേര് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആകെ സർപ്രൈസ്ഡ് ആയി കേട്ടോ. ഈ നിൽക്കുന്നതാണ് ഞങ്ങളുടെ അമ്മമാര്, ലത, ഗീത. ട്വിൻസാണ് ലത, ഗീത, ലിഷ, നിഷ. ഇപ്പോൾ അദ്വിക, ഋത്വിക. വെറൈറ്റി അല്ലേ? ഞാൻ വീഡിയോ എടുക്കുമ്പോഴുള്ള എൻ്റെ ഫാമിലിയുടെ റിയാക്ഷനാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ആരും എടുക്കണം? ഇവളാണ് ഗൈസിന്റെ അനിയത്തി. ഭയങ്കര ജാടക്കാരിയാണ്. അതെ, മുപ്പൊരു പാവാണ്. പെട്ടുപോയതാണ്. ഇതെൻ്റെ അനിയത്തിയാണേ, ലാവണ്യ. അവൾക്ക് വീഡിയോ എടുക്കുന്നത് തീരെ താല്പര്യമില്ല, അത് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ കസിനാണ് ആതിര, എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് കേട്ടോ. ഇതിവിടെ താലി കെട്ടലിൻ്റെ ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെയാണ് താലി കെട്ടേണ്ടതെന്ന്. ഇത് ഞങ്ങളുടെ കത്തിയടി തീർന്നിട്ടില്ല. ഇതെൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് കേട്ടോ, ഷിബു. എല്ലാവരും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗീ റൈസും പിന്നെ ചിക്കൻ കറിയായിരുന്നു. ഡിന്നറിന് ശേഷമാണ് പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ അടുത്ത് നിൽക്കുന്ന വൈറ്റ് ടീഷർട്ട് അതെൻ്റെ ഏട്ടനാണ്, അതുൽ എന്നാണ് പേര്. നിന്നും പരന്നകന്നൊരു പൈങ്കിളി, മലർത്തേൻ കിളി, പൈങ്കിളി, മലർത്തേൻ കിളി, കിളിക്കാം. ഈ ഇരിക്കുന്നൊക്കെ എൻ്റെ അനിയന്മാരാണ് കേട്ടോ. നിഖിലിൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ അമ്മയുടെ കസിൻസിൻ്റെ മക്കളാണ് കേട്ടോ ഇവരെല്ലാവരും. ഈ പുഞ്ചിരിതൻ പാൽക്കടവിൽ ഞാൻ 1000 പൂന്തോണി, ഒന്നു വന്നു കൂട്ടുനിന്നു, ഒന്നു മിണ്ടി മിണ്ടിയില്ല. ഫുൾ ശോകഗാനാണല്ലേ? അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോയി നീ, എങ്കിലും ഇന്നും മംഗളം നേരുന്നു ഞാൻ. മനസ്വിനി മംഗളം നേരുന്നു ഞാൻ. പിന്നല്ല, ഞാനൊരു പാട്ടുപാടാം, കുഞ്ഞിമണി വീണമിട്ടാം, പാട്ടുകേട്ടു പൂവാലാട്ടും. നാട്ടുമൈനെ നീ അറിഞ്ഞോ, ഇല്ലിമുളം കൂട്ടി പാടും കുറുമ്പിയാണെന്റെ കുറുമ്പി തുമ്പിയ താലി കെട്ടി കൊണ്ടുപോകും, ഞാൻ കൊണ്ടുപോകും. ഞങ്ങളുടെ കഴിവുള്ള പല ആൾക്കാരുണ്ടോ?
പ്രമദവനം. ഞാൻ മാത്രം പാടുന്നത് ശരിയല്ല. ഞാൻ മാത്രം പാടുന്നത് പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കവിളിത്തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെന്നും മകളെ കനവായി മാറിപ്പോയി. നെഞ്ചിൽ നാണം വീണ്ടും വീണ്ടും കാണാതില്ലേ മായാജാലം നീ അഴകെ ആളിക്കണ്ണാളെ അഴകും അമ്പിരി കുഞ്ഞോളെ മനസ്സിൽ നീ എന്നൂരിന്റെ താരഹാരമിളകി കാന്തിയെന്നും ശീതളാംഗമേകി പാർവതി പരിണയയാമമാ ആദിരെ ദേവാങ്കനേ ഉളിരളയുന്നോരോ ജനമെഴുതാരണയോ നീലരാവിലെന്നു നിന്റെ താരഹാരമിളകി എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ കാറ്റൻ മൺവിളക്കൂതിയില്ലേ കൂരിരുൾക്കാവിന്റെ മുറ്റത്തെ മുള്ള പോലൊറ്റയ്ക്കു നിന്നില്ലേ ഞാനിന്നൊറ്റയ്ക്കു നിന്നില്ലേ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ പൂനിലാക്കടവിൽ പൂക്കും പുണ്യമല്ലോ നീ. നീലഭസ്മ കുറിയണിഞ്ഞവളെ ഏതപൂർവതപസ്വിനായി ഞാൻ സ്വന്തമാക്കി ചന്ദ്രമുഖബിംബം. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കല്യാണത്തലേന്നുള്ള വിശേഷങ്ങൾ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.